വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വിയറ്റ്നാമും ചൈനയും തമ്മിൽ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിരിക്കുന്നു എന്ന റിപ്പോർട്ടുകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ പുറത്തു വരികയാണ്. ഈ ഒരു വിയറ്റ്നാമീസ് കപ്പലും ചൈനീസ് കപ്പലും ഈ ദക്ഷിണ ചൈന കടലിലെ സ്കാർബറോ ഷോൾ എന്ന് പറയുന്ന ദ്വീപിന്റെ അവിടെ വെച്ച് ഒരു ഏറ്റുമുട്ടൽ നടന്നു എന്ന് പറയുന്നുണ്ട്. ഈ സ്കാർബറോ ഷോളിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ചൈനയ്ക്കും വിയറ്റ്നാമിനും ഒരുപോലെ കണ്ണുള്ള ഒരു ദ്വീപാണ് ഈ സ്കാർബറോ ഷോൾ എന്ന് പറയുന്നത്. ഫിലിപ്പീൻസും അവിടെ ആധിപത്യം സ്ഥാപിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഈ സ്ക്വാഡ് അവർ ഈ ദക്ഷിണ ചൈന കടലിൽ ചൈനയ്ക്കെതിരെ രൂപപ്പെട്ടു വരുന്ന, ചൈന അവിടെ കാണിക്കുന്ന അട്രോസിറ്റീസിനെതിരെ രൂപപ്പെട്ടു വരുന്ന ഒരു സഖ്യമാണ്. ഇപ്പൊ ദക്ഷിണ ചൈന കടലിൽ അത് സജീവമാണ്. ഈ ചൈന അവിടെ വെസലുകളൊന്നും ഇറക്കാൻ സമ്മതിക്കില്ല ദക്ഷിണ ചൈന കടലിൽ. അങ്ങനെ ഏതെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവർ മറ്റേ ജലപീരങ്കി ഉപയോഗിച്ച് അതിനെ തടുത്ത് നിർത്തുകയും വിരട്ടുകയും ചെയ്യുന്നുണ്ട്. ഇടയ്ക്ക് ഗുഡ്വിൽ വിസിറ്റിനായിട്ട് ഇന്ത്യ ജപ്പാനിലോട്ട് ഒന്ന് ട്രാവൽ ചെയ്തിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് അവിടെ ഒന്ന് ഡോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്കാർബറോ ഷോളിൽ. അതറിഞ്ഞ ചൈനീസ് കപ്പലുകൾ ഓടിയെത്തുകയും നമുക്ക് നേരെ അവര് ജലപീരങ്കി പ്രയോഗിച്ചില്ല. ഭയന്നിട്ടാണോ എന്ന് അറിയില്ല. അവര് ആ സമയത്ത് ചെയ്തത് നമ്മളെ നിരീക്ഷിക്കുകയല്ല, എന്താണ് ഇവര് സ്കാർബറോ ഷോളിൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. കാരണം ഇതൊരു തന്ത്രപ്രധാനമായിട്ടുള്ള ദ്വീപാണ്. ഇപ്പോ ചൈനീസ് വിയറ്റ്നാമീസ് കപ്പലുകൾ അവിടെ ഏറ്റുമുട്ടി എന്ന് കേൾക്കുന്നു. ചൈന വിയറ്റ്നാമിലേക്ക് ഒരു അധിനിവേശത്തിന് കാത്തിരിക്കുകയാണ്. പ്രധാനമായും ഈ ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ, കാരണം ലോകക്രമം തന്നെ മാറി പറയുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഡൊണാൾഡ് ട്രംപ് ആദ്യം വന്നപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ചൈന എന്ന് പറയുന്ന രാജ്യം അനഭിമിതരായിരുന്നു. പക്ഷെ ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന് ചൈനയാണ് ഭയങ്കര കിടിലം രാജ്യം എന്ന് പറയുന്നത്. ഇന്ത്യ ഡൊണാൾഡ് ട്രംപിന്റെ ഉറ്റ ചങ്ങാതിയായിരുന്നു. ഇന്ത്യയെ ഡൊണാൾഡ് ട്രംപ് ചൈനയെ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നില്ല, എങ്കിലും ഇന്ത്യയുമായിട്ട് ഡൊണാൾഡ് ട്രംപിന് ഇപ്പോൾ ഉടക്കാണ്. പക്ഷെ നരേന്ദ്രമോദിക്കെതിരെ ഒരു വാക്ക് പറയാൻ ഡൊണാൾഡ് ട്രംപ് ഇപ്പോഴും ധൈര്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് മറ്റൊരു കാര്യം. എന്തായാലും നമ്മൾ പ്രതീക്ഷിച്ച പോലെയാണോ സംഭവിക്കുന്നത്? ചൈന വിയറ്റ്നാമിനെ കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കഴിഞ്ഞോ? ഈ അവസരത്തിൽ അങ്ങനെ അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലേക്ക് പോകുമെന്ന് നമുക്കറിയാം. വേറൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് ഇതിൽ വരുന്നത്, അമേരിക്ക ഇത് അറിഞ്ഞുകൊണ്ട് 2 യുദ്ധക്കപ്പലുകൾ അവിടെ കൊണ്ട് വിന്യസിച്ചു എന്നാണ്. ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതൊരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുമെന്നാണ് നമ്മുടെ ഒരു ചർച്ചയിൽ ബിജുചേട്ടൻ പറഞ്ഞത്. എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ എന്തായാലും ഇത് എങ്ങനെ വരും ഇനിയുള്ള മണിക്കൂറുകളിൽ ഈ ഒരു ഈവന്റ് അല്ലെങ്കിൽ ഈ ഒരു സംഭവ വികാസം? നമ്മൾ മുൻപ് ചർച്ച ചെയ്തത് വിയറ്റ്നാമിനെ കുറിച്ചല്ലായിരുന്നു, തായ്വാനെ കുറിച്ചായിരുന്നു. ഏതാണ്ട് അതെ, അതെ, അതെ. അടുത്തടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരുന്നു ഇതൊക്കെ. ഈ വിയറ്റ്നാമിൽ ഇപ്പോൾ ധനുഷ് സൂചിപ്പിച്ച ഈ ദ്വീപ് പല രാജ്യങ്ങളുടെയും ആണ് എന്ന് പല രാജ്യങ്ങളും, അതിൽ ഈ പറയുന്ന ഫിലിപ്പീൻസും വിയറ്റ്നാമും ചൈനയും മാത്രമല്ല, ദക്ഷിണ കൊറിയ, തായ്വാൻ, ജപ്പാൻ, ഈ രാജ്യങ്ങളും തങ്ങളുടേതാണ് എന്ന് പറയുന്ന ഒരു ദ്വീപാണ്, ചെറിയൊരു ദ്വീപാണ്. ധനുഷ് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ തന്നെ ചർച്ച ചെയ്തിട്ടുണ്ട് 3 മാസം മുമ്പ്. നമ്മുടെ ഇന്ത്യൻ ഷിപ്പ് അതുവഴി കോസ്റ്റ് ഗാർഡിന്റെ ഷിപ്പ് വരികയും പ്രശ്നം ഉണ്ടാവുകയൊക്കെ ചെയ്ത സ്ഥലമാണ്. അപ്പോൾ ഈ തായ്വാനും ചൈനയും തമ്മിൽ ആദ്യമായിട്ടല്ല സംഘർഷം നടക്കുന്നത്. 1969 സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഇത് വളരെ വിചിത്രമായൊരു കഥയാണ്. കാരണം നമ്മളിപ്പോൾ നമ്മുടെ പല ആളുകളും കമന്റ് പറയാറുണ്ട്, നമ്മൾ റഷ്യയെ നമ്പരുത്, റഷ്യയും ചൈനയും തമ്മിൽ ഭയങ്കര ടൈപ്പാണ്, വലിയ സ്നേഹത്തിലാണ്, അതുകൊണ്ട് റഷ്യ നമുക്ക് ചൈനയുടെ കൂടെ. അതിനവർ പറയുന്നതിന് കാരണമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, ചൈന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ്, ഈ റഷ്യ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രമാണ് എന്ന രീതിയിലാണ് അവരിത് പറയുന്നത്. പക്ഷേ ചൈനയും ഈ സോവിയറ്റ് യൂണിയൻ, പഴയ സോവിയറ്റ് യൂണിയൻ തമ്മിൽ വലിയ ശത്രുക്കളായിരുന്നു. 1967 ചൈനയും സോവിയറ്റ് യൂണിയനും തമ്മിൽ മാസങ്ങളോളം നീണ്ടുനിന്ന ഘോര യുദ്ധം നടന്നിട്ടുമുണ്ട്. 1965 ഇന്ത്യ ചൈന വാർ നടക്കുന്നത്. അതിന് ശേഷം 67 ആയപ്പോഴേക്കും സോവിയറ്റ് യൂണിയനും ചൈനയും തമ്മിലൊരു വാറ് സ്റ്റാർട്ട് ചെയ്തു. അത് മാസങ്ങളോളം, ഏതാണ്ട് 7-8 മാസക്കാലം നിന്നു. ആണവായുധം പ്രയോഗിക്കുമെന്ന നിലയിൽ വന്നു. ഈ സമയത്ത് ചൈന അമേരിക്കയുടെ സഹായം തേടി. അമേരിക്കൻ പ്രസിഡന്റ് റഷ്യയിൽ വരികയും അങ്ങനെ വലിയ രീതിയിലുള്ള വലിയ യുദ്ധത്തിന്റെ വക്കിലേക്ക് അത് നീങ്ങി. രണ്ട് സൈഡും വലിയ ആൾനാശമൊക്കെ ഉണ്ടായി. അതിനുശേഷം 69 ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചു. അതിന് കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോവിയറ്റ് യൂണിയന്റെ സഹായത്തോട് വിയറ്റ്നാം കംബോഡിയയെ ആക്രമിച്ചായിരുന്നു. കാരണം അവരുടെ പ്രദേശങ്ങൾ, അതിർത്തി തർക്കമാണ്, ഇതെല്ലാം അതിർത്തി തർക്കമാണ്. അപ്പോൾ ചൈനയുമായിട്ട് അതിർത്തി തർക്കമുള്ള ഒരു സ്ഥലമാണ് വിയറ്റ്നാം. അപ്പം ഈ വിയറ്റ്നാം സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടു കൂടിയാണ് കംബോഡിയയെ ആക്രമിച്ചിട്ട് അവിടുത്തെ അതിർത്തി വലിയ പ്രശ്നമായി ഉണ്ടായപ്പോൾ ഈ ചൈന വിയറ്റ്നാമിനെ ആക്രമിച്ചു. അത് വീണ്ടും ഒരു യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്തു. അതിനുശേഷം ആ ചർച്ചകളൊക്കെ പുരോഗമിച്ചു. ഏതാണ്ട് 2000 കൂടിയാണ് റഷ്യയും ഈ പറയുന്ന ചൈനയും തമ്മിലൊരു ഒരു സ്നേഹ സംബന്ധമായ, ഇപ്പോൾ ഈ കാണുന്ന റിലേഷനിലേക്ക് എത്തിയത് 2000 മുതലാണ്. ഇന്ത്യ 2000 മുതലല്ല, പണ്ട് തൊട്ടേ റഷ്യയുടെ അടുത്ത ഇതാണ്. അങ്ങനെയാണ് 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ, ബംഗ്ലാദേശിന് വേണ്ടിയിട്ടായിരുന്നു വാർ. അന്ന് അമേരിക്ക 7-ാം കപ്പൽപ്പടയൊക്കെ വിട്ട വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മളെ തകർക്കാൻ വേണ്ടിയിട്ട്.
അന്ന് റഷ്യ ചെയ്ത പണി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, റഷ്യ അവരുടെ കപ്പൽപ്പടയെ നമുക്ക് നൽകുക മാത്രമല്ല, റഷ്യ ഈ ചൈന പട്ടാളത്തിന് ഏറ്റവും കൂടുതൽ കവർ ചെയ്യേണ്ട ഏരിയ ഏതാണെന്ന് വെച്ചാൽ റഷ്യയുടെ ബോർഡറാണ്. ഏറ്റവും കൂടുതൽ ബോർഡർ അവർക്ക് റഷ്യയുമായിട്ടാവുള്ളത്. ഇന്നിപ്പം റഷ്യയല്ല, റഷ്യയിൽ നിന്ന് പിരിഞ്ഞു പോയ രാജ്യങ്ങൾ ഉൾപ്പെടെ ഉള്ള മേഖലകളുണ്ട്. അപ്പോൾ ഈ പറയുന്ന റഷ്യ കൂടുതൽ സൈനികരെ അതിർത്തിയിലേക്ക് വിന്യസിക്കുകയാണ് ചെയ്തത്. റഷ്യയുടെ അതിർത്തിയിലേക്ക് കൂടുതൽ സൈനികരെ വിന്യസിച്ചപ്പോൾ ചൈനയ്ക്ക് അപകടം മണത്തു. കാരണം റഷ്യ വീണ്ടും കയറി അടിച്ചു കഴിഞ്ഞാൽ ഇപ്പം ഈ ഇന്ത്യക്ക് പണി കൊടുക്കാനായിട്ട് ഈ അമേരിക്കയുടെ പാകിസ്ഥാനോട് കൂടെ പോയി കഴിഞ്ഞാൽ ചൈനയുടെ ഒരു ഭാഗം കൊണ്ട് റഷ്യ പോകും എന്ന് കരുതിക്കൊണ്ട് ഇവരുടെ സൈന്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും ഈ റഷ്യൻ ബോർഡറിലേക്ക് നിന്നു. അപ്പോൾ റഷ്യ പറഞ്ഞു, നിങ്ങൾ അങ്ങോട്ടേക്ക് കൈ വെക്കണ്ട, വെച്ചാൽ ഞങ്ങൾ ഇവിടെ കയറി അടിക്കും, അതുകൊണ്ട് നിങ്ങൾ അങ്ങോട്ടേക്ക് പോകണ്ട എന്ന് പറയുകയും അത് അവിടെ തീരുകയും ചെയ്തു. 2000 കൂടിയാണ് ഇവരിപ്പോൾ കാണുന്ന ഒരു ടൈപ്പിലേക്ക് പോകും. പിന്നെ അമേരിക്ക ചൈനയുടെ ഒരു പ്രഖ്യാപിത ശത്രുവായി മാറുകയും അമേരിക്ക ചൈനയുടെ ഒരു പ്രഖ്യാപിത ശത്രുവായി മാറുകയും ചെയ്യുന്നു. റഷ്യ ചൈന ടൈപ്പിലേക്ക് നീങ്ങുകയും ചെയ്യുന്നു. അന്നും ഇന്നും ഇന്ത്യയും റഷ്യയും ഒരേപോലത്തെ ബന്ധമാണ്. ആ ബന്ധത്തിന് ഇതുവരെ ഉലച്ചിലുകൾ തട്ടിയിട്ടില്ല. ഉലച്ചിലുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പലവട്ടം ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ നടന്നിട്ടില്ല. ഏറ്റവും ഒടുവിൽ അമേരിക്ക അതിനുവേണ്ടി ശ്രമിക്കുന്ന 2018 S-400 നമ്മൾ വാങ്ങുന്നതിനെതിരെ അമേരിക്ക ഉപരോധമൊക്കെ പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞു. അത് നീട്ടിക്കൊണ്ടുപോയി. പക്ഷേ ഇന്ത്യ അത് വാങ്ങുകയും മറ്റും ചെയ്യുകയും ചെയ്തിരുന്നു. ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ മുൻപ് തൊട്ട് പല ചർച്ചകളും നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഏത് നിമിഷവും ഒരു അടി പൊട്ടും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നാളെ എന്ന് പറയുന്നത് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. ആഗസ്റ്റ് 15 അലാസ്ക വെച്ച് പുടിനും ട്രംപും തമ്മിൽ കൂടിക്കാണുന്നുണ്ട്. ഇപ്പൊ തന്നെ ധനുഷിന് ഒരു കാര്യം മനസ്സിലായില്ലേ, ഇതൊരു സമാധാനത്തിൽ ആ ചർച്ച മുമ്പോട്ട് പോകില്ല എന്നുള്ള കാര്യം ഏതാണ്ടൊക്കെ ഇപ്പൊ വ്യക്തമായി. സമാധാനത്തിൽ പോകുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അടികളെങ്ങും ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഈ വിയറ്റ്നാമുമായിട്ടുള്ള സംഘർഷം, 2 ഷിപ്പുകളെ ചൈന ആക്രമിച്ചു, ചൈനയെ തിരിച്ചും ആക്രമിച്ചു എന്നാണ് നമ്മൾ വാർത്തകളിൽ കാണുന്നത്. ഒപ്പം തന്നെ അമേരിക്ക അവരുടെ 2 പടക്കപ്പലുകൾ ഈ ഭാഗത്തേക്ക് അയച്ചിട്ടുണ്ട്. ഈ ഭാഗത്തേക്ക് അയക്കുക എന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ കിടപ്പുണ്ട് അവരുടെ ഷിപ്പുകളെല്ലാം തന്നെ. കാരണം തായ്വാനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക കാലങ്ങളായിട്ട് വാർഷിപ്പുകളും മറ്റുമൊക്കെ അവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പം ഇങ്ങനൊരു സാഹചര്യം നിൽക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ പറഞ്ഞത് ഏതാണ്ട് റൂട്ട് ക്ലിയർ ആയിട്ട് തന്നെ വരികയാണ്. കാരണം ചൈന തായ്വാനെ ആക്രമിക്കും. ഈ സമയത്ത് റഷ്യ നാറ്റോ രാജ്യങ്ങൾക്ക് നേരെ ഒരു മിസൈൽ തൊടുത്തു വിടുകയോ മറ്റോ ചെയ്തുകൊണ്ട് നാറ്റോ സഖ്യങ്ങളെ കൂടെ യുദ്ധത്തിലേക്ക് വലിച്ചഴക്കും. കാരണം നാറ്റോ സഖ്യത്തിന് ഏറ്റവും കൂടുതൽ സ്ട്രെങ്തും മണിയും എല്ലാം വിനിയോഗിക്കേണ്ടി വരുന്ന റഷ്യക്കെതിരെയുള്ള ആക്രമണത്തിലേക്കായിരിക്കും. അങ്ങോട്ടേക്ക് അവർ തിരിയും. ഈ സമയം കൊണ്ട് ചൈനയുടെ ദൗത്യം പൂർത്തിയാക്കും. ഈ ഒരു കാലയളവിൽ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനും വളരെ സാധ്യത കൂടുതലാണ്. ഇതാണ് നമ്മൾ അന്ന് പറഞ്ഞൊരു കാര്യങ്ങൾ. ഏകദേശം അതുപോലൊക്കെ തന്നെ അടുത്ത് വരുന്നുണ്ട്. കാരണം ചൈനയെ സംബന്ധിച്ച് തായ്വാനായാലും വിയറ്റ്നാം ആയാലും ഒക്കെ അവരുടെ അതിർത്തിയുമായി നേരത്തെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതാണ്. ചില ശാശ്വത പരിഹാരങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ അടുത്ത കാലത്ത് വിയറ്റ്നാമുമായി അമേരിക്ക ഒരു വലിയ വ്യാപാര കരാർ വെക്കുകയും താരിഫ് കുറച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു. നമുക്കറിയാം, ഈ ചൈനയ്ക്ക് പകരം തായ്വാനെ പതുക്കെ ഉയർത്തിക്കൊണ്ടുവരാനാണ് അമേരിക്ക ശ്രമിക്കുന്നത്. അതിന് കാരണം ഈ ചൈനയെക്കാളും കുറഞ്ഞ റേറ്റിനാണ് ഉൽപ്പന്നങ്ങൾ കിട്ടുന്നത്. ചൈന പോലും വിയറ്റ്നാമിന്റെ പക്കൽ നിന്ന് ഉൽപ്പന്നങ്ങൾ വാങ്ങുകയും ചൈനീസ് ഉൽപ്പന്നങ്ങൾ വിയറ്റ്നാം വഴി അമേരിക്കയിലേക്ക് കയറ്റിയുള്ള ശ്രമമൊക്കെ ഈ അടുത്ത് നടത്തിയിരുന്നു. അപ്പോൾ അമേരിക്കയെ സംബന്ധിച്ച് ഒരുപാട് താല്പര്യങ്ങളുണ്ടാകും. കാരണം വിയറ്റ്നാം കണക്ക് ഒരു രാജ്യം കിട്ടിക്കഴിഞ്ഞാൽ അവിടെ പ്രൊഡക്ഷൻ നടത്തിക്കൊണ്ട് ഈ സാധനങ്ങൾ വില കുറച്ച് അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുപോകാൻ കഴിയും, ഇല്ലെങ്കിൽ ഉണ്ടാക്കാൻ കഴിയും, മറ്റു രാജ്യങ്ങൾക്ക് നൽകാൻ കഴിയും. അങ്ങനെ ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അത് എത്രത്തോളം മുൻപോട്ട് പോകും എന്നറിയില്ല. ഏതായാലും യുദ്ധത്തിന്റെ ആദ്യത്തെ ഒരു സൂചനകൾ പലയിടത്തും കിട്ടിത്തുടങ്ങിയിരിക്കുന്നു. ചൈന ഇതിൽ നിന്ന് വ്യക്തമാകുന്നൊരു കാര്യം, അവര് സൈലന്റ് അല്ല എന്നുള്ളതാണ്. അവര് ഒരു വലിയ വാറിന് തയ്യാറെടുക്കുകയാണ് എന്നുള്ളത് നമ്മൾ മുൻപ് പലവട്ടം ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. ഒരു 65, 67, 69 കാലഘട്ടങ്ങൾക്ക് ശേഷം ചൈന പിന്നെ പരസ്യമായിട്ടുള്ള യുദ്ധങ്ങളിലൊന്നും തന്നെ അവർ ഏർപ്പെട്ടിരുന്നില്ല. പക്ഷെ അവരൊരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഒരു വലിയ യുദ്ധസന്നാഹം അവർ നടത്തുന്നു. കാരണം അതിനുശേഷം അവർ കൂടുതലും ഉൾവലിയുകയും അവരുടെ ഒരു സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുകയുമായിരുന്നു. പക്ഷെ കുറച്ചു നാൾക്ക് മുമ്പ് അവർ ഔദ്യോഗികമായി തന്നെ അനൗൺസ് ചെയ്തു, 2027 മുൻപ് തായ്വാൻ ഞങ്ങൾ സ്വന്തമാക്കും, ഞങ്ങളുടെ പ്രവിശ്യയാണ് എന്ന് പറയുകയുണ്ടായി. അതിന്റെ ഭാഗമായിട്ട് കൂടി നമ്മളിത് കാണണം. അത് മാത്രമല്ല, ഇപ്പോഴത്തെ ഒരു സാഹചര്യം ചൈന നന്നായി യൂട്ടിലൈസ് ചെയ്തു എന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം സ്ക്വാഡ് സഖ്യത്തിന്റെ മെയിൻ നട്ടെല്ല് എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഇന്ത്യ, ഓസ്ട്രേലിയ, ജപ്പാൻ, അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളാണ്. ഇവിടെ ഇന്ത്യ ഇപ്പോൾ ഒരു ന്യൂട്രലടിച്ച് നിൽക്കുന്ന സാഹചര്യമാണ്. കാരണം നമ്മൾ ഈ സ്ക്വാഡ് സഖ്യത്തിലുണ്ടെങ്കിൽ പോലും പരസ്പര സൈനിക സഹകരണ സഖ്യമുണ്ട്, പക്ഷെ പരസ്പര സൈനിക സഹകരണ സഖ്യമില്ല. അതായത് ഇവരെ ആക്രമിച്ച് നമ്മൾ ചെല്ലണമെന്നോ നമ്മളെ ആക്രമിച്ചിട്ട് ഇവർ വരണമെന്നോ ഒരു പരസ്പര സൈനിക സഹകരണമില്ല. അതാണ് അതിനകത്തൊരു പ്രശ്നം. ഇത് നമ്മുടെ സഹകരണ വഹിക്കുന്ന രാജ്യമാണ് അമേരിക്ക, പക്ഷെ നമ്മൾ റഷ്യയുമായി സൈനിക സഹകരണമുള്ള രാജ്യമാണ്.
അതായത് നമ്മളെ അറ്റാക്ക് ചെയ്താൽ റഷ്യക്ക് വരികയോ റഷ്യ അറ്റാക്ക് ചെയ്താൽ നമുക്ക് പോവുകയോ ചെയ്യേണ്ടതായി വരും. ഇവിടെ അങ്ങനെ ഒരു സത്യമില്ല. ഇവിടെ ഇന്ത്യ അല്പം ന്യൂട്രൽ അടിച്ച് നിൽക്കുന്നു എന്നുള്ളത് ആ ചൈനയെ സംബന്ധിച്ച് ഭയങ്കര ആശ്വാസകരമായ കാര്യമാണ്. ഇവിടെയാണ് ഈ ഉം, ദക്ഷിണ ചൈന കടലിടുക്കിലേക്ക് അമേരിക്ക ഇപ്പോൾ വാർഷിപ്പിനെ ഇറക്കി മുൻപോട്ട് പോകുന്നത്. ലോകമാകെ ഒരു യുദ്ധഭീതിയിൽ നിൽക്കുന്ന സമയം. നാളെ ആ ചർച്ച എന്താകുമെന്നറിയില്ല. കാരണം ഇന്നിപ്പോൾ റഷ്യയുടെ മോസ്കോയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രസ്താവന വന്നിരിക്കുന്നത് ഞങ്ങളുടെ ഡിമാൻഡുകൾ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്നു. ആ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ യുദ്ധം എന്നും എത്താനുള്ള സാധ്യതകൾ ഒട്ടും തന്നെ ഇല്ല. കാരണം ഉം, റഷ്യയുടെ ഡിമാൻഡ് 4 പ്രവിശ്യകൾ വിട്ടു നൽകിക്കൊണ്ട് മുമ്പോട്ട് പോവുക എന്നുള്ളതാണ്. കുറഞ്ഞ പക്ഷം 2 കൊണ്ട് അവർ ഒതുങ്ങുമായിരിക്കാം. പക്ഷേ ഉക്രൈൻ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കാൻ തയ്യാറാകുന്നുമില്ല. ഇവിടെ ഉം, ഇനിയിപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പൊടിക്കൈ ട്രംപിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, നാളത്തെ ചർച്ച കഴിഞ്ഞ് തുടർ ചർച്ചകൾ ഇനിയും ഉണ്ടാകും എന്നൊരു ഡയലോഗ് അടിക്കുക. അതിന് എപ്പോൾ വേണേൽ നടത്താമല്ലോ. അങ്ങനെ ഒരു സൂചന നൽകിക്കൊണ്ട് ചർച്ച അവസാനിപ്പിക്കാം. ഞങ്ങൾ ഉം, ഇനിയും സംസാരിക്കും, ഇപ്പൊ ഞങ്ങൾ സംസാരത്തിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും സംസാരിക്കും എന്ന് പറഞ്ഞ് കുറെ ദിവസങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാന്നുള്ളൂ. പക്ഷെ അതിനും വലിയ ആയുസില്ല. കാരണം ഈ ട്രംപ് എല്ലായിടത്തും കയറി താരിഫും സമ്മർദ്ദവും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനകത്ത് പുടിൻ വീഴാനുള്ള സാധ്യതയില്ല. കഴിഞ്ഞ ദിവസം പുടിൻ അവരുടെ ഏറ്റവും മാരക ശേഷിയുള്ള ഒരു മിസൈൽ പരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യം, യുദ്ധസമാനമായ സാഹചര്യം. ഈ അവസരത്തിലാണ് നമ്മൾ ഈ വിയറ്റ്നാമിന്റെ ആ ദ്വീപിന്റെ സമീപം ചൈനയും വിയറ്റ്നാമും ചൈനയും ഏറ്റുമുട്ടുന്നു എന്ന് പറയുമ്പോൾ ഒരു തരത്തിൽ പറഞ്ഞാൽ പരോക്ഷമായി അമേരിക്കയുമായിട്ടുള്ള ഏറ്റുമുട്ടൽ എന്ന് പറയേണ്ടി വരും. കാരണം അതെ. വിയറ്റ്നാമും തായ്വാനും അടക്കമുള്ള രാജ്യങ്ങളുടെ സംരക്ഷകർ എന്ന് പറഞ്ഞാൽ, ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അമേരിക്കയാണ്. പിന്നെ അമേരിക്കയുടെ ഒരു പൊതു സ്വഭാവം അനുസരിച്ച് പ്രശ്നം നോക്കുമ്പോൾ അവിടുന്ന് മുങ്ങിക്കളയുന്ന ഒരു പതിവ് അവർക്ക് പണ്ടേ ഉണ്ട്. നമ്മളിത് ഉം, ഉം, പലവട്ടം ഉം, കണ്ടതാണ്. ഉക്രൈൻ ആയാലും അഫ്ഗാനിസ്ഥാൻ ആയാലും പലയിടത്തും പ്രശ്നം മൂപ്പിച്ചു കൊടുക്കും. അതങ്ങനെ മൂത്ത് പ്രശ്നമായിരിക്കുമ്പോൾ അവർ പതുക്കെ ന്യൂട്രൽ അങ്ങ് വലിഞ്ഞു കൊടുക്കും. ഇതൊക്കെ നമ്മൾ പല രാജ്യങ്ങളും കണ്ടിട്ടുള്ളതാണ്. കാരണം അവർക്ക് അവരുടേതായ ചില നിലപാടുകളും കാര്യങ്ങളും ഉണ്ട്. അവരുടെ സൈന്യത്തെയോ അവരുടെ പൈസയോ ഒന്നും ബലി കഴിപ്പിച്ചുകൊണ്ട് അവർ അധികം പോകില്ല. അവിടുന്ന് നേട്ടമുള്ളിടത്തെ അവർ നിൽക്കാറുമുള്ളൂ. ഏതായാലും അങ്ങനെ നിൽക്കുന്ന ഒരു സാഹചര്യം. ഇതൊരു ഉം. യുദ്ധത്തിന്റെ തുടക്കമാണോ അല്ലോ, ഏതായാലും നാളത്തെ ദിവസം വളരെ നിർണായകമാണ്. ഒരു കാര്യം ഉറപ്പായി, നമ്മൾ എപ്പോഴും പറയുന്നത് പോലെ ലോകം ഒരു അഗ്നിപർവ്വതത്തിന്റെ മുകളിലാണ്. അതിനുള്ള തീപ്പൊരി എവിടെ നിന്നെങ്കിലും ഒന്ന് വീണ് കിട്ടിയാൽ മാത്രം മതി. അതെപ്പോൾ എവിടെ എന്നുള്ളത് മാത്രമാണ് അവശേഷിക്കുന്ന ഒരേ ഒരു ചോദ്യവും.